ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്. അങ്ങനെ നമ്മുടെ മീനാക്ഷിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മീനാക്ഷി അടുത്ത് പറയേണ്ടത് മര്യാദക്ക് നിങ്ങൾ ഇത് സമ്മതിച്ച് തരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജാമ്യം എടുത്തിട്ട് വീട്ടിലേക്ക് പോവാം. എല്ലാന്നുണ്ടെങ്കിൽ നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, മറ്റന്നാളെ സൺഡേ ആണ്, ഇനി തിങ്കളാഴ്ച കോടതി ഉണ്ടാവുള്ളൂ. കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരും, റിമാൻഡ് ചെയ്യും, 10-14 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. നിങ്ങളെപ്പോലത്തെ പെൺകുട്ടിക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറ്റം സമ്മതിച്ചിട്ട് ജാമ്യം എടുത്തിട്ട് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയണ്ടേ, ഞാൻ കുറ്റം സമ്മതിക്കില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കുറ്റം സമ്മതിക്കാനും പോകുന്നുണ്ട്. മീനാക്ഷി ഉറച്ച ആ ഒരു ഒറ്റ കാലിൽ തന്നെ നിൽക്കുവാട്ടോ. അപ്പൊ നമ്മുടെ ദേവിയാണെങ്കിൽ ബാലനോട് പറയുന്നുണ്ട്, ഇങ്ങനെ മീനാക്ഷിനെ പോലീസിനെ പിടിച്ചു, വിജിലൻസ് വന്നു, അവര് കൊണ്ടുപോയി എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് ബാലനും ആകെ ഷോക്ക് ആവാണ്. ബാലൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ മിത്രയുണ്ട്, ആകാശമുണ്ട്. എന്താ മീനിന് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ബാലൻ. ആ സമയത്ത് മിത്ര നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ വീണമേടത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാള് പൈസ കൊണ്ടുവന്ന് തന്നിരുന്നു, ആ പൈസ അമ്മായിയാണ് മേടിച്ചത്. ശേഷം ആ പൈസയുടെ ആ ഒരു ഇത് നമ്മുടെ മീനു ചേച്ചി വാങ്ങിച്ചായിരുന്നു. ഇവര് വന്ന് വെള്ളം ഇങ്ങനെ കൈ കഴുകിയപ്പോഴേക്കും അത് പിങ്ക് കളർ ആവുകയും മീനു ചേച്ചി കൈക്കൂലി വാങ്ങിച്ചവരെ ഉറപ്പിക്കുകയും അതിന്റെ തെളിവുകളൊക്കെ ആയിട്ടാണ് അവരവിടെ നിന്ന് പോയത്. ഇതിങ്ങനെ സംഭവിച്ചു. മീനു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛാ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മീനിന് ഇത് കുടുക്കിയത് മിക്കവാറും അവരായിരിക്കും. ആ കൃഷ്ണമംഗലംകാര് അവരൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടായല്ലോ പാവങ്ങളുടെ സ്ഥലത്ത്, അതിനവള് സ്റ്റേ കൊടുത്തിരിക്കുകയായിരുന്നില്ലേ. അപ്പൊ അവൾ ആ കസേരയിൽ ഒരാഴ്ചക്കുള്ളിൽ പുറത്താക്കുമെന്ന് അവര് വെല്ലുവിളിച്ചിട്ടാ പോയത്. ആ കൃഷ്ണമംഗലംകാര് അവരുടെ ആൾക്കാർ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എന്ന് ആകാശ് പറയാണ്. ഒറ്റണത്തിന് ഞാൻ വെറുതെ വിടില്ല. ആദ്യമായിട്ടാ ഒരാളിങ്ങനെ ജയിലിലേക്ക് കിടക്കുന്നത്, അതൊരു പെണ്ണ്. അവർക്കൊരു മനസാക്ഷികളുണ്ടോ? മീനാക്ഷി അവളെ ഞാൻ ഇനി 1 മണിക്കൂർ പോലും സ്റ്റേഷനിൽ നിർത്താൻ സമ്മതിക്കില്ല. ആരെയൊക്കെ വിളിക്കാവോ അവരെയൊക്കെ വിളിച്ച് ഞാൻ എത്രയും പെട്ടെന്ന് അവളെ പുറത്തിറക്കിയിരിക്കും. ആകാശ് പറയണ്ട, ഒരു കണക്കിന് മീനു ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അച്ഛൻ തന്നെയാണ്. ഞാനോ? നീ എന്തൊക്കെയാണ് പറയണത്? അതെ, അച്ഛനല്ലേ പറഞ്ഞത് ആര്യനോട് ഇന്നത്തെ ദിവസം തന്നെ പൈസ വേണം, ഇന്നത്തെ ദിവസം തന്നെ കടം അവന്റെ തീർത്തു കൊടുക്കണമെന്ന്. അതിനെ വേണ്ടിയിട്ടാണ് പാവം മീനു കമ്പനിയിൽ ഉണ്ടായിരുന്ന വീണച്ചിട്ട് പണം കടം ചോദിച്ചത്. അതിന്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു കണക്കിന് അച്ഛൻ തന്നെയല്ലേ എല്ലാത്തിനും കാരണം എന്ന് പറയാണ്. പാലം പറയണ്ടേ, എടാ ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല, അവൻ അങ്ങനെയെങ്കിലും ഉത്തരവാദിത്ത ബോധം ഉണ്ടാവട്ടെ വെച്ചിട്ട് ഞാൻ ഒരേന്നൊക്കെ പറഞ്ഞത്. നോക്ക്, ഞാൻ കാരണം തന്നെയാണ് മീനു ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വന്നെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ തന്നെ മീനിനെ പുറത്തിറക്കിക്കോളാം. എനിക്കറിയാം എന്റെ മരുമോളെ എങ്ങനെ പുറത്തിറക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനെല്ലാത്തിനും കാരണം ആ കൃഷ്ണമംഗലംകാരല്ലേ. അവർക്ക് ആരെ പിടിച്ചാലും നോക്കണത് അവരുടെ പുത്രൻ മാനസപുത്രൻ അവൻ അലോക്. അവനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ അവര് ഈ കേസ് എങ്ങനെ പിൻവലിപ്പിക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവനെ തന്നെയാ പിടിക്കേണ്ടത്, ആ അലോകിനെ. അവനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഈ കേസ് പിൻവലിപ്പിച്ചേ പറ്റൂ. കാരണം നാളെ മറ്റന്നാളെ കോടതിയില്ല, തിങ്കളാഴ്ച വരെ മീനിന് ഇവിടെ ഇടാനായിരിക്കും അവരുടെ ഉദ്ദേശം. ഇപ്പൊ ചാനലുകളിലൊക്കെ വാർത്ത വരുന്നുണ്ടല്ലോ, അതൊക്കെ ആഘോഷമാക്കും അവര്. ഇതിനെ ഞാൻ സമ്മതിക്കില്ല, നല്ലൊരു വക്കീലിനെ ഇപ്പൊ തന്നെ ഞാൻ ഏർപ്പാടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് വക്കീലൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ബാലൻ കേട്ടോ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പറയണ്ട, ഒരിക്കലും വിടാൻ പറ്റില്ല. നോക്ക്, ഇതിപ്പോ കേസ് നമ്മൾ ഫയൽ ചെയ്തിരിക്കുകയാണ്, ഇനി കോടതിയുടെ മുമ്പിൽ മാത്രമേ ഹാജരാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രതി കുറ്റം സമ്മതിക്കണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജാമ്യത്തിൽ വിടാം. ഇതാണെങ്കിൽ പ്രതി കുറ്റം സമ്മതിക്കണമില്ല, എന്നാൽ നിങ്ങൾക്ക് ജാമ്യത്തിൽ എടുക്കും വേണം, അത് പറ്റില്ല എന്ന് പറയാണ്. മീനു പറയണ്ട, അച്ഛാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ബാലൻ പറഞ്ഞ, മോളെ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ, നിന്നെ രക്ഷപ്പെടുത്തും മോളെ. 1 മണിക്കൂർ ഈ ബാലന് ജീവൻ ഉണ്ടെങ്കിൽ 1 മണിക്കൂറിൽ ഞാൻ എന്റെ മീനാക്ഷിനെ കൂട്ടിക്കൊണ്ടേ ഇവിടെ നിന്ന് പോകൂ എന്ന് ബാലൻ പറയാണ്. ശേഷം വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കുന്നുണ്ട്, കാല് പിടിക്കേണ്ടവരുടെയൊക്കെ കാല് പിടിക്കുന്നുണ്ട്. ഉദയഭാനോടത്ത് പോലും സഹായം ചോദിക്കുന്നുണ്ട്. വലിയ ആൾക്കാർക്ക് പരിചയം ഉണ്ടല്ലോ, മന്ത്രിമാരായിട്ടും അവരുടെ സെക്രട്ടറി ആയിട്ടൊക്കെ പരിചയമുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദയഭാനടുത്ത് സഹായം ചോദിക്കുകയാണ്. ഉദയഭാനുക്ക് എന്ത് ചെയ്യണോന്ന് പോലും അറിയില്ല. പക്ഷെ നമ്മുടെ ബാലനെ മീനാക്ഷിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി മീനാക്ഷിയുടെ അച്ഛനും അവിടെ വരും കേട്ടോ. എന്നിട്ട് എല്ലാരും കൂടി ഇങ്ങനെ ഇതാക്കിയിട്ടായിരിക്കും മീനാക്ഷി രക്ഷപ്പെടുന്നത്. എന്തായാലും നാളെ തന്നെ മീനാക്ഷി രക്ഷപ്പെടുകയൊക്കെ ചെയ്യും. അത് മറ്റൊരു കാര്യം. ഇതില് ബാലന്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. ബാലൻ കാണാണ് മീനാക്ഷി ഒരു കണക്കിന് ജയിലിൽ പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ബാലൻ തന്നെയായിരിക്കും മീനുവിനെ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.